അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, പുണ്യങ്ങളുടെ പൂക്കാലമായ ദുൽഹിജ്ജ മാസമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഇബാദത്തുകൾക്ക് വളരെ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന, ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ വളരെ അമൂല്യമായ ദിവസങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 12 മാസങ്ങളിൽ ചില മാസങ്ങൾക്ക് മറ്റു മാസങ്ങളേക്കാൾ കൂടുതൽ പ്രത്യേകത നൽകിയിട്ടുണ്ട്. അള്ളാഹു സൃഷ്ടിച്ച മുഴുവൻ വസ്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരേ നിലയിലല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. ചില വസ്തുക്കൾക്ക് മറ്റു ചില വസ്തുക്കളേക്കാൾ, ചില സമയങ്ങൾക്ക് മറ്റു ചില സമയങ്ങളേക്കാൾ അല്ലാഹു തആല ചില പ്രത്യേകതകളും ചില മഹത്വങ്ങളും നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർള്. 7 ആകാശഭൂമികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് മുതൽ അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആണ്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്. ആ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ മാസങ്ങളിൽ ഉള്ള ഇബാദത്തുകൾ അള്ളാഹുവിന് വളരെയധികം പ്രിയങ്കരമായതും വളരെ കൂടുതൽ പവിത്രതകൾ നിറഞ്ഞതുമായ മാസങ്ങളാണ് ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, റജബ് എന്നീ 4 മാസങ്ങൾ. ഈ 4 മാസങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് നമ്മളിലേക്ക് കടന്നു വരുന്ന ദുൽഹിജ്ജ് മാസം. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ലികുല്ലി യൗമിൻ അൽഫുൻ വലിയൗമി അറഫത അശറത്തു അലാഫിൻ. ദുൽഹിജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങളിൽ ഓരോ ദിവസത്തിനും അള്ളാഹുവിൻ്റെ അടുക്കൽ 1000 ദിവസങ്ങളേക്കാൾ മഹത്വവും, അറഫ ദിവസത്തിന് സാധാരണ മാസങ്ങളിലുള്ള 10,000 ദിവസങ്ങളേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ മഹത്വമുണ്ട് എന്ന് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി തആല പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുമായിട്ട് നമുക്ക് കൂടുതൽ അടുക്കാൻ, നമ്മളുടെ പാപങ്ങൾ പൂർണ്ണമായും നമുക്ക് തൗബയിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ പൂർണ്ണമായും നമ്മളിൽ നിന്നും ഒഴിവാക്കാനും അള്ളാഹുമായിട്ടുള്ള ബന്ധം കൂടുതൽ സ്ഥാപിക്കാനും അള്ളാഹു നമുക്ക് നൽകിയ വളരെ വലിയൊരു അനുഗ്രഹമാണ് ഈ ദുൽഹിജ്ജിൻ്റെ 10 ദിവസങ്ങൾ. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളിൽ എങ്ങനെയാണ് നാം അള്ളാഹുവിനെ കൂടുതലായിട്ട് ഇബാദത്തുകൾ ചെയ്യേണ്ടത്, ഏത് നിലയിലായിരിക്കണം ഈ 10 ദിവസങ്ങളിൽ ഓരോ ദിവസത്തെയും ഓരോ പകലുകളെയും നാം ചിലവഴിക്കേണ്ടത് എന്ന് നമുക്ക് പരിശോധിക്കാം. മുൻഗാമികളായ മഹാന്മാരുടെ ജീവിതം നാം ഒന്ന് പരിശോധിച്ചാൽ ഈ 10 ദിവസങ്ങൾക്ക് വളരെ കൂടുതൽ മഹത്വം നൽകുകയും ഇബാദത്തുകൾ കൊണ്ട് പകലുകൾ അവർ സജീവമാക്കിയിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇമാമിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, കാന സലഫു യുഅല്ലിമൂന 3 അശറാത്തിൻ, 10 ദിനങ്ങൾക്ക് 10 ദിനങ്ങൾക്ക് അവർ വളരെ കൂടുതൽ പ്രത്യേകത നൽകുകയും അതിനെ വളരെ കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഇബാദത്തുകൾ കൊണ്ട് അവർ സജീവമാക്കുകയും ചെയ്യുമായിരുന്നു. ഒന്ന് അൽ അശറുൽ അവ്വൽ മിനൽ മുഹറം, മുഹറമിൻ്റെ ആദ്യത്തെ 10 ദിനം. വൽ അശറുൽ അവ്വൽ മിനൽ ദുൽഹിജ്ജ, ദുൽഹിജ്ജിൻ്റെ ആദ്യത്തെ 10 ദിനം. വൽ അശറുൽ അവാഖിർ മിൻ റമദാൻ, റമദാനിൻ്റെ അവസാനത്തെ 10 ദിനങ്ങൾ. ഈ ദിവസങ്ങളിൽ വളരെ കൂടുതൽ ഇബാദത്തുകൾ ചെയ്ത് അവരുടെ ദിനരാത്രങ്ങൾ ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കി അള്ളാഹുവിലേക്ക് അവർ കൂടുതൽ അടുക്കുമായിരുന്നുവെന്ന് കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാന്മാരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൽ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഈ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഹജ്ജാണ്. ഹജ്ജിനെക്കുറിച്ച്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ധാരാളം ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും അള്ളാഹു തആല നൽകില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഇപ്രകാരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഷുദ്ദുർ റിഹാല ഫിൽ ഹജ്ജ് ഫഇന്നഹു അഹദുൽ ജിഹാദൈൻ. ഹജ്ജിന് വേണ്ടി നിങ്ങൾ യാത്ര ചെയ്യുക, അതിൻ്റെ പേരിൽ സഹിക്കേണ്ടി വരുന്ന മുഴുവൻ ത്യാഗങ്ങളെയും നിങ്ങൾ സഹിക്കുക. കാരണം ഫഇന്നഹു അഹദുൽ ജിഹാദൈൻ,
2 ജിഹാദുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ജിഹാദാണ് ഹജ്ജ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഹജ്ജിന് കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്ത ആളുകളെക്കുറിച്ചും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ അതാക്കൽ ഹജ്ജ ഫലം യഹുജ്ജ ഫസവാഉൻ അലൈഹി യഹൂദിയ്യൻ മാത ഔ നസ്രാനിയ്യ. ഒരാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള കഴിവ് അല്ലാഹു തആല നൽകിയിട്ട് ആ മനുഷ്യൻ ഹജ്ജ് ചെയ്യുന്നില്ല എങ്കിൽ ഫസവാഉൻ അലൈഹി യഹൂദിയ്യൻ ഔ മാത യഹൂദിയ്യൻ ഔ നസ്രാനിയ്യ, അവൻ യഹൂദിയായിട്ട് മരിച്ചാലും നസ്രാനിയായി മരിച്ചാലും ഒരുപോലെയാണ്. ഇത് അത്രയും കടുത്ത ഭാഷയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഈ മാസത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് ഹജ്ജാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ നാടുകളിൽ നിന്നും വീടുകളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും ധാരാളം ആളുകൾ അൽഹംദുലില്ലാഹ് ഈ വർഷം ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. അല്ലാഹു തആല അവരുടെ എല്ലാം ഹജ്ജിനെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജായിട്ട് സ്വീകരിക്കട്ടെ. അവരുടെ മുഴുവൻ ഇബാദത്തുകളെയും അല്ലാഹു തആല കബൂലാക്കട്ടെ. സമീപ ഭാവിയിൽ നമുക്കും ഹജ്ജിനും ഉംറക്കും അത്തരത്തിലുള്ള സിയാറത്ത് പോലുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്കും അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ മാസത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നാം വളരെ കൂടുതൽ ചെയ്യേണ്ട, നമ്മുടെ സമയം ചെലവഴിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇബാദത്താണ് അള്ളാഹുവിന് കൂടുതലായി നാം ദിക്ർ ചെയ്യുക എന്നുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന, ഏത് സാഹചര്യത്തിലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും മറ്റു ജോലികളിലാകുമ്പോഴും എല്ലാ സമയങ്ങളിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നതും എന്നാൽ വളരെ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതുമായ ഒരു ഇബാദത്താണ് അള്ളാഹുവിൻ്റെ ദിക്ർ നമ്മൾ അധികരിപ്പിക്കുക എന്നുള്ളത്. ദിക്ർ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് ചൊല്ലുന്നതിൻ്റെ മാത്രം പേരല്ല, ഹൃദയം കൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്വത്തെ നമ്മുടെ ഉള്ളിലേക്ക് ഇറക്കിക്കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്നതിനാണ് ദിക്ർ എന്ന് പറയുന്നത്. അള്ളാഹുവിനെ നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രിയങ്കരമായതും അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതുമായ ഇബാദത്തുകൾ അള്ളാഹുവിൻ്റെ സ്മരണയിലായി അള്ളാഹുവിൻ്റെ ദിക്റിനെ നിലനിർത്തിക്കൊണ്ട് നാം ചെയ്യുന്ന ഇബാദത്തുകളാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി തആലയും ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി തആലയും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബാക്കൾ ചോദിച്ചു, അയ്യുൽ ഹാജ് അഅ്ളമു അജ്റ, നബിയ ഹാജിമാരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ആളാരാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അക്സറുഹും ലില്ലാഹി ദിക്റ, ഹജ്ജിൻ്റെ വേളയിൽ ഹജ്ജാകുന്ന അമലിൽ അള്ളാഹുവിൻ്റെ ദിക്റിലായി അള്ളാഹുവിനെ മനസ്സിൽ കൂടുതൽ ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ദിക്ർ കൂടുതൽ ചെയ്യുന്ന ആളുകളാണ്. സഹാബാക്കൾ ചോദിച്ചു, അയ്യുസ്സാഇമീന അഅ്ളമു അജ്റ, നോമ്പുകാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന നോമ്പുകാരാരാണ് നബിയെ? നബി തങ്ങൾ പറഞ്ഞു, അക്സറുഹും ലില്ലാഹി ദിക്റ, നോമ്പിൽ അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുന്ന ആളുകളാണ്. വീണ്ടും ചോദിച്ചു, അയ്യുൽ മുസല്ലീന അഅ്ളമു അജ്റ, നമസ്കരിക്കുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നവരാരാണ്? നബി തങ്ങൾ പറഞ്ഞു, അക്സറുഹും ലില്ലാഹി ദിക്റ, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന അമലുകളാണ്. ഈ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിഹാദിനെക്കുറിച്ചും ഹജ്ജിനെക്കുറിച്ചും നമസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും മുഴുവൻ ഇബാദത്തുകളെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത്, ഈ ഇബാദത്തുകളിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഇബാദത്ത് അള്ളാഹുവിനെ കൂടുതലായി സ്മരിക്കുന്ന ഇബാദത്താണ്, അള്ളാഹുവിൻ്റെ ദിക്റുള്ള ഇബാദത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശറഅാക്കിയിട്ടുള്ള ഇബാദത്തുകളെ നാം ഒന്ന് പരിശോധിച്ചാൽ അള്ളാഹുവിൻ്റെ സ്മരണ സദാസമയവും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ സാധിക്കുന്ന രീതിയിൽ കൂടിയുള്ള ഇബാദത്തുകളാണ് അള്ളാഹു തആല നമുക്ക് ശറഅാക്കിയിട്ടുള്ളത്. അള്ളാഹു തആല നമസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അഖിമിസ് സ്വലാത്ത ലിദിക്രി, എൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത് എന്ന് അള്ളാഹു തആല പറയുന്നുണ്ട്. ഈ രീതിയിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ധാരാളം ആയത്തുകളിൽ ദിക്റിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, ആ ഇബാദത്തുകളിൽ ദിക്ർ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഉണർത്തിക്കൊണ്ട് ധാരാളം ആയത്തുകളിൽ അള്ളാഹു തആല പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു തആല പറയുന്നു, വദ്കുർ ഇസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്തിൻ, അറിയപ്പെട്ട, അതായത് ദുൽഹിജ്ജിൻ്റെ 10 ദിവസങ്ങളിൽ അവർ അള്ളാഹുവിനെ കൂടുതലായി സ്മരിക്കട്ടെ എന്ന് അള്ളാഹു തആല പറയുന്നുണ്ട്. ഇതേപോലെ മറ്റൊരാഴ്ച അള്ളാഹു തആല പറയുന്നുണ്ട്, ഫൈദാ അഫൽതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മഷ്അരിൽ ഹറാം വദ്കുറൂഹു കമാ ഹദാക്കും, അറഫയിൽ നിന്നും പുറപ്പെട്ടാൽ മഷ്അരിൽ ഹറാമിൻ്റെ അടുക്കൽ വെച്ച് അവർ അള്ളാഹുവിനെ കൂടുതലായി സ്മരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്.
ഇതുകൂടാതെ ഹജ്ജിൽ നിന്നും വിരമിച്ചതിന് ശേഷവും എന്ത് ചെയ്യണമെന്ന് അല്ലാഹു തആല പറയുന്നു, ഫൈദാ ഖളൈതും മനാസിക്കക്കും ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും വശദ്ദ ദിക്റ. ഹജ്ജിൻ്റെ അമലുകളിൽ നിന്ന് നിങ്ങൾ വിരമിച്ചാൽ അപ്പോഴും അള്ളാഹുവിനെ നിങ്ങൾ കൂടുതലായി സ്മരിക്കണം, അള്ളാഹുവിൻ്റെ ദിക്റിലായി നിങ്ങൾ കഴിയണമെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ഈ രീതിയിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട അമലുകളെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല ദിക്റുമായി ബന്ധിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന വളരെ എളുപ്പമായതും വളരെ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതുമായ ഒരു ഇബാദത്താണ് അള്ളാഹുവിൻ്റെ ദിക്ർ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മാമിൻ അയ്യാമിൻ അഹബ്ബ ഇലല്ലാഹി വലാ അഅ്ളമ മിൻ അമലിൻ ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അഷർ. 10 ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകളേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ മഹത്തായ, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന മറ്റൊരു ദിവസവുമില്ല. ഏറ്റവും കൂടുതൽ മഹത്തായ, ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന അമലുകൾ ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകളാണെന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഫഅക്സിറു ഫീഹിന്ന മിനത്ത് തഹ്മീദി വത്തക്ബീരി വത്തഹ്ലീൽ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതലായി തഹ്മീദ് പറയുക, അള്ളാഹുവിനെ സ്തുതിക്കുക, അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ നിങ്ങൾ അധികരിപ്പിക്കുക, വത്തക്ബീരി അള്ളാഹുവിന് വേണ്ടി കൂടുതൽ നിങ്ങൾ തക്ബീർ ചൊല്ലുക, അല്ലാഹു അക്ബർ കൂടുതലായി നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. ശേഷം തങ്ങൾ പറഞ്ഞു, വത്തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ നിങ്ങൾ അധികരിപ്പിക്കുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ഈ ദിവസങ്ങളിൽ കൂടുതലായി നാം അധികരിപ്പിക്കണം. ഇതുകൂടാതെ അറഫ ദിവസം സുബ്ഹി മുതൽ അയ്യാമുത്ത് തശ്രീഖിൻ്റെ അവസാനത്തെ ദിവസം അസ്ർ വരെയുള്ള സമയങ്ങളിൽ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീർ ചൊല്ലൽ സുന്നത്താണ്, പ്രത്യേകം സുന്നത്താണ്. ദുൽഹജ്ജ് 1 മുതൽ നാൽക്കാലികളെ കാണുമ്പോൾ തക്ബീർ പറയൽ സുന്നത്താണ്. സഹാബാക്കളുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഹദീസുകളിൽ വരുന്നുണ്ട്, കാന അബൂ ഹുറൈറത വ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ യഖ്റുജാനി ഇലസ്സൂഖി ഫയുകബ്ബിറാനി വയുകബ്ബിറു നാസു ബിതക്ബീരിഹിമ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും ദുൽഹജ്ജിൻ്റെ 10 ദിവസങ്ങളിൽ ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളിൽ പോലും കമ്പോളങ്ങളിലേക്ക് പോയി ഉയർന്ന ശബ്ദത്തിൽ തക്ബീറുകൾ ചൊല്ലുകയും ആ തക്ബീർ കേട്ടുകൊണ്ട് മറ്റുള്ളവർ തക്ബീർ ചൊല്ലുകയും ചെയ്യുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്ന് ഹദീസിൻ്റെ കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുക, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ടുണ്ടാക്കിയെടുക്കുക, കൂടുതലായിട്ട് നാം ദിക്റുകൾ ചെയ്യുന്നവരാവുക. ഇത് കേവലം ദുൽഹജ്ജിൻ്റെ 10 ദിവസങ്ങളിൽ മാത്രം ചെയ്യേണ്ടതല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ ദിക്ർ നാം നിലനിർത്തേണ്ടതാണ്. ഈ ദിനങ്ങളിൽ നാം അധികരിപ്പിക്കേണ്ട, അതേപോലെ നാം വളരെ കൂടുതൽ ശ്രദ്ധ നൽകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് നമസ്കാരങ്ങൾ. പുരുഷന്മാർ ഫർളായ നമസ്കാരങ്ങൾ നേരത്തെ തന്നെ പള്ളിയിലെത്താൻ വേണ്ടി ശ്രമിക്കുകയും ഫർളായ നമസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കുകയും ഓരോ ഫർള് നമസ്കാരങ്ങൾക്കും മുമ്പും ശേഷവുമുള്ള സുന്നത്തായ നമസ്കാരങ്ങൾ കൃത്യമായി നാം നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുക. ഇതിനു പുറമെ ജീവിതത്തിൽ എല്ലാ ദിവസവും നാം പതിവാക്കേണ്ട ചില സുന്നത്തായ നമസ്കാരങ്ങളുണ്ട്. ഇഷ്റാഖ് നമസ്കാരം, ദുഹാ നമസ്കാരം, അവ്വാബീർ നമസ്കാരം, വിത്ർ നമസ്കാരം തുടങ്ങി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ധാരാളം സുന്നത്തായ നമസ്കാരങ്ങളുണ്ട്. നമസ്കരിക്കുന്ന ആളുകൾ അത് നിത്യമാക്കാനും നമസ്കരിക്കാത്ത ആളുകൾ ഈ ദുൽഹിജ്ജ് മാസം 1 മുതൽ, അതല്ല എങ്കിൽ ഉടനെയുള്ള നമുക്ക് ലഭിക്കുന്ന അടുത്ത സമയത്ത് തന്നെ ആ നമസ്കാരങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് പരിശ്രമിക്കണം. പ്രത്യേകിച്ച് ഈ ദുൽഹിജ്ജിൻ്റെ 10 രാവുകളിൽ തഹജ്ജുദ് നമസ്കാരത്തിനായി നമ്മുടെ അല്പസമയം നാം മാറ്റിവെക്കണം. നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാനും അള്ളാഹുവുമായിട്ട് നമുക്ക് കൂടുതൽ അടുക്കാനുമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായ നമസ്കാരമാണ് തഹജ്ജുദ് നമസ്കാരം. മഹാന്മാരുടെ ജീവിതം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ ദിനരാത്രങ്ങളിൽ എന്നല്ല ജീവിതം മുഴുവനും അവർ തഹജ്ജുദ് നമസ്കാരത്തിന് വളരെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു. സഹാബാക്കളെ കുറിച്ച് പറയുന്നുണ്ട്, കാനു ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. രാത്രി സമയങ്ങളിൽ വളരെ കുറച്ച് മാത്രം ഉറങ്ങുന്നവരും സഹറിൻ്റെ സമയങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനോട് കൂടുതലായി ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരുമായിരുന്നു എന്ന് സഹാബാക്കളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ദുൽഹിജ്ജിൻ്റെ ഈ 10 ദിവസങ്ങളെക്കുറിച്ച് ജനങ്ങളെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, ലാ തുത്ഫിഉ സുർജക്കും തിൽക്കൽ ലയാലി.
ഈ 10 രാത്രികളിൽ നിങ്ങളുടെ വിളക്കുകളെ നിങ്ങൾ അണച്ചു കളയരുത്. അഥവാ ഈ രാത്രികളിൽ ഇബാദത്തുകൾ കൊണ്ട്, ദിക്ർ കൊണ്ട്, തിലാവത്ത് കൊണ്ട്, നമസ്കാരങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ രാത്രികളെ സജീവമാക്കണമെന്ന് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട സമയങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ആ ദിവസങ്ങളിൽ ഫർളായ നമസ്കാരങ്ങളിൽ നാം കൂടുതൽ ശ്രദ്ധിക്കുകയും സുന്നത്തായ നമസ്കാരങ്ങൾ നാം അധികരിപ്പിക്കുകയും പ്രത്യേകിച്ച് തഹജ്ജുദ് നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ വേണ്ടി നാം പരിശ്രമിക്കുകയും ചെയ്യണം. പരിശുദ്ധ ദുൽഹിജ്ജ് മാസത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇബാദത്ത് സുന്നത്തായ നോമ്പുകളാണ്. ദുൽഹജ്ജ് 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കൽ വളരെ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതും സുന്നത്തായ ഒരു അമലുമാണ്. തങ്ങളുടെ ഹദീസിൽ വരുന്നുണ്ട്, യഅദിലു സിയാമു കുല്ലി യൗമിൻ മിൻഹാ ബിസിയാമി സന. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി തആല ഉദ്ധരിക്കുന്ന ഹദീസ്, ദുൽഹിജ്ജിൻ്റെ ഒരു ദിവസത്തെ നോമ്പിന് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം ഒരു വർഷത്തെ നോമ്പിൻ്റെ പ്രതിഫലമാണ്. അതുകൊണ്ട് നമുക്ക് ദുൽഹജ്ജ് 1 മുതൽ നോമ്പ് പിടിക്കാൻ സാധിക്കുമെങ്കിൽ 1 മുതൽ നോമ്പ് പിടിക്കുക. 9 ദിവസം നാം നോമ്പ് പിടിക്കുന്നതിലൂടെ നമുക്ക് അല്ലാഹു തആല 9 വർഷം നോമ്പ് പിടിച്ചതിൻ്റെ പ്രതിഫലം നൽകും. അതുകൊണ്ട് ആ വിഷയത്തിൽ നാം കൂടുതൽ ശ്രദ്ധ കാണിക്കുകയും നോമ്പ് പിടിക്കാൻ സാധിക്കുന്ന ആളുകൾ നോമ്പ് പിടിക്കുകയും ചെയ്യുക. ഈ 9 ദിവസത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അറഫാ ദിവസത്തിലെ നോമ്പാണ്. ഹാജിമാരല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അറഫാ ദിവസത്തിൽ നോമ്പ് പിടിക്കൽ വളരെ പ്രധാനപ്പെട്ട ശക്തിമത്തായ സുന്നത്താണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മഹാത്തുൽ മുഅ്മിനീൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബിതങ്ങളെക്കുറിച്ച് മഹാത്തുൽ മുഅ്മിനീൻ പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അ ദിൽഹിജ്ജ. നബിതങ്ങൾ ദിൽഹിജ്ജിൻ്റെ 9 ദിവസങ്ങളിലും നോമ്പനുഷ്ഠിക്കുമായിരുന്നു എന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതുകൂടാതെ അറഫ ദിവസത്തെക്കുറിച്ച് പ്രത്യേകിച്ച് നബിതങ്ങൾ പറഞ്ഞു, സിയാമു യൗമി അറഫത അഹ്തസിബു അലല്ലാഹി അയുകഫിറ സനതല്ലതി ഖബ്ലഹു വല്ലതി ബഅദഹു. അറഫ ദിവസത്തിലെ, അതായത് ദുൽഹജ്ജ് 9ൻ്റെ നോമ്പ് ഒരാൾ അനുഷ്ഠിക്കുന്നതിലൂടെ അള്ളാഹുവിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പ്രതിഫലം, ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രതിഫലം അവൻ്റെ ജീവിതത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ചെറുപാപങ്ങൾ അല്ലാഹു തആല മാപ്പാക്കി കൊടുക്കുമെന്നും, വല്ലതി ബഅദഹു, നോമ്പ് അനുഷ്ഠിച്ചതിന് ശേഷം അടുത്ത ദുൽഹിജ്ജ് വരെ ജീവിക്കാനുള്ള ആ ഒരു വർഷത്തെ, അല്ലെങ്കിൽ ആ വർഷത്തിൽ വന്നുപോകുന്ന പാപങ്ങളെ, ചെറുപാപങ്ങൾ അല്ലാഹു തആല മാപ്പാക്കി കൊടുക്കും. 2 വർഷത്തെ കഴിഞ്ഞതും വരാനുള്ളതുമായ 2 വർഷത്തെ പാപങ്ങൾ അല്ലാഹു തആല മാപ്പാക്കി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപത്തെ മാപ്പാക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അല്ലാഹു തആല ആ ഒരു വർഷം പാപങ്ങളിൽ നിന്നും അല്ലാഹു തആല അയാളെ സംരക്ഷിക്കും. അതല്ല, ഇനി എന്തെങ്കിലും പാപങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഈ ഒരു നോമ്പ് കാരണം ആ വരാനിരിക്കുന്ന ആ ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഇതിലൂടെ ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന മറ്റൊരു കാര്യം, അറഫ നോമ്പ് പിടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല ഒരു വർഷത്തെ ആയുസ് കൂടി അല്ലാഹു തആല നീട്ടിക്കൊടുക്കുമെന്നുള്ളൊരു സൂചന കൂടി ഇതിലുണ്ട് എന്ന് ഇമാമിയങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് സാധിക്കുന്ന ആളുകൾ ദുൽഹിജ്ജ് 1 മുതൽ നോമ്പ് പിടിക്കാൻ സാധിക്കുന്ന ആളുകൾ ദുൽഹിജ്ജ് 1 മുതൽ നോമ്പ് പിടിക്കുക. സാധിക്കാത്ത ആളുകൾ ഏറ്റവും കുറഞ്ഞത് അറഫ ദിവസം ദുൽഹിജ്ജ് 9ൻ്റെ അന്ന് നോമ്പ് പിടിക്കാൻ വേണ്ടി പ്രത്യേകം പരിശ്രമിക്കുക.